എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു റോംബസ് ലേണിംഗ്. നമ്മളിലെ കെമിസ്ട്രി റിവിഷൻ സീരീസ് നടന്നുകൊണ്ടിരിക്കുകയാണ്. നമ്മൾ ക്ലാസിഫിക്കേഷൻ വരെ എന്താണ് ഡീറ്റെയിൽ ആയിട്ട് ക്വസ്റ്റ്യൻസ് ചെയ്ത് പഠിച്ചു. ഇനി അവിടെ പഠിച്ച കാര്യങ്ങളിലേക്ക് കുറച്ചുകൂടെ ആപ്ലിക്കേഷൻ ലെവൽ ചോദ്യങ്ങളാണ് ഇനി വരാൻ പോകുന്നത്. ഇനി നമുക്ക് പഠിക്കാനുള്ളത് കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റിയാണ്. ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ചാപ്റ്റർ ആണ്. ഈ ഒരു ചാപ്റ്ററിൽ നമ്മൾ പഠിക്കുന്ന പല കാര്യങ്ങളും നമുക്ക് പല സ്ഥലങ്ങളിൽ ഉപയോഗിക്കേണ്ടി വരും. നമ്മൾ ഇനി ആസിഡും ബേസുകളും പഠിക്കും, അതുപോലെ മെറ്റലും നോൺ മെറ്റലും പഠിക്കും, കാർബൺ, അതുപോലെ ഓർഗാനിക് കെമിസ്ട്രി, ആ കാര്യങ്ങളെല്ലാം പഠിക്കുമ്പോൾ ഇവിടെ യൂസ് ചെയ്യുന്ന പല ഡെഫിനിഷൻസും പല കാര്യങ്ങളും നമ്മുടെ അവിടെയൊക്കെ അപ്ലൈ ചെയ്യും. അപ്പൊ അതനുസരിച്ചിട്ട് ഇതാണ് നമുക്കൊരു വലിയ ബേസ് ആയിട്ട് മാറുന്നത്. അപ്പൊ നല്ല രീതിയിൽ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് പല ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്യാൻ പറ്റും. ഇനി പഠിക്കുന്ന കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ മനസ്സിലാക്കാനും പറ്റും. അപ്പൊ നമുക്ക് ഓരോ ക്വസ്റ്റ്യൻസ് ആയിട്ട് നോക്കിപ്പോവാം. ആദ്യം വരുന്നത് ഇതേപോലെ തന്നെ എന്താണ് ബാലൻസിങ് റിയാക്ഷൻസ് ആണ്. റിയാക്ഷൻസ് ബാലൻസ് ചെയ്യാൻ വേണ്ടിയുള്ള ക്വസ്റ്റ്യൻസ് വരും. എന്താണ് ഈ ബാലൻസിങ് റിയാക്ഷൻസ്? ഇത് നിങ്ങൾ അറിഞ്ഞിരിക്കണം. നമ്മൾ ഒരു കെമിക്കൽ റിയാക്ഷൻ പറയുമ്പോൾ അതിന് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എടുക്കുന്നതെല്ലാം റിയാക്റ്റന്റുകളാണ് അല്ലെങ്കിൽ അഭികാരങ്ങളാണ് എന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ എന്താ നമുക്ക് ആ റിയാക്ഷന്റെ ഒരു ഫൈനൽ ഔട്ട്പുട്ട് കിട്ടുന്നതിനെ നമ്മൾ എന്താ വിളിക്കുന്നത്? പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഉൽപ്പന്നം എന്ന് വിളിക്കും എന്നറിയാം. അങ്ങനെയാണെങ്കിൽ ബാലൻസിങ് ഓഫ് ഇക്വേഷൻസ് എന്ന് പറയുന്നത് ഇവിടെ തന്നിരിക്കുന്ന റിയാക്റ്റൻസിന്റെ മാസ് എത്രയാണോ അതിന്റെ എമൗണ്ട് എത്രയാണോ അത്ര തന്നെ നമുക്ക് എന്ത് വേണം? അവിടെ നമുക്ക് കിട്ടുന്ന പ്രോഡക്റ്റും വേണം. അതായത് മാസ് ഒരിക്കലും കൂടുന്നുമില്ല കുറയുന്നുമില്ല, അതെന്ത് പറ്റുന്നില്ല, നഷ്ടപ്പെട്ടു പോകുന്നുമില്ല, സൃഷ്ടിക്കപ്പെടുന്നുമില്ല. നമ്മൾ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് എന്ന് പറയും. ഈ ഒരു കോൺസെപ്റ്റ് വെച്ചിട്ട് നമുക്ക് എത്ര റിയാക്റ്റന്റ് ഉണ്ടോ അത്ര തന്നെ എന്താണ് പ്രോഡക്റ്റിലും ആ ഒരു എലമെന്റ് നമുക്ക് കാണാൻ പറ്റണം. അങ്ങനെയാണെങ്കിൽ ഈ ക്വസ്റ്റ്യനിൽ ഹൈഡ്രജനും ബ്രോമിനും ചേർന്നിട്ട് ഹൈഡ്രജൻ ബ്രോമൈഡ് ആയിട്ടാണ് മാറുന്നത്. നമുക്ക് എങ്ങനെ എഴുതാം? ഹൈഡ്രജൻ ഡയാറ്റോമിക് ആണ്, ബ്രോമിൻ ഡയാറ്റോമിക് ആണ്. അപ്പൊ ഇവർ രണ്ടുപേരും H2 അതുപോലെ Br2 ഈ ഒരു കണക്കിന് വേണം എഴുതാൻ. എന്നിട്ട് നമുക്ക് എങ്ങനെ കൊടുക്കാം? ഇവിടെ ഫോം ചെയ്യുന്നത് HBr ആണ്. ഇത്രയും കറക്റ്റ് ആണ്. HBr അവിടെ എന്താണ് ഹൈഡ്രജൻ ക്ലോറൈഡ് ആയിരുന്നെങ്കിൽ HCl. ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളല്ലേ. ഇനി നമ്മൾ നോക്കുന്നത് ഇത് ബാലൻസ്ഡ് ആണോ എന്ന്. രണ്ട് ഹൈഡ്രജൻ ആറ്റം ഉണ്ട് നമുക്ക് ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ. പക്ഷെ ഇവിടെ വരുമ്പോ എന്താ ഒരു ഹൈഡ്രജനെ കാണിച്ചിട്ടുള്ളൂ. ബ്രോമിനും രണ്ട് ആറ്റം ഉണ്ട്, പക്ഷെ റൈറ്റ് ഹാൻഡ് സൈഡ് വരുമ്പോൾ ഒരാളെ ഉള്ളൂ. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇത് ബാലൻസ്ഡ് അല്ല, അല്ലെങ്കിൽ എന്താ അൺബാലൻസ്ഡ് ആണ്. അപ്പൊ ഇതിനെ ബാലൻസ് ആക്കാൻ എന്ത് ചെയ്യണം? ഇവിടെ എത്രയുണ്ടോ അത്രയും തന്നെ നമുക്ക് റൈറ്റ് ഹാൻഡ് സൈഡിലും എത്തണം. സോ നമ്മൾ ഇവിടെ രണ്ട് സ്ഥലത്തും എന്താണ് ഡബിൾ ആണ് ഉള്ളത്. അപ്പൊ ഇവിടെയും നമ്മൾ 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് ഇതേപോലെ എഴുതണം. 2HBr എഴുതണം. ഇവിടെ നമ്മൾ നോക്കുന്നത് എന്താണ്? ലെഫ്റ്റിൽ കൊടുത്തിരിക്കുന്ന ഓരോ റിയാക്റ്റന്റും അതിന്റെ മാസ് എത്രയാണോ എടുത്തിരിക്കുന്നത് അത്രയും തന്നെ എന്താണ് നമ്മൾ പ്രോഡക്റ്റിലും കാണാൻ പറ്റണം. അപ്പൊ നമുക്ക് ഓരോ ഓപ്ഷൻ നോക്കിയാലോ. ഇവിടെ തന്നിരിക്കുന്ന ഓപ്ഷനിൽ ഈ സെക്കൻഡ് ഓപ്ഷൻ നോക്കിയാൽ 2Br എന്നാണ് കൊടുത്തിരിക്കുന്നത്. ഇത് തെറ്റാണ്. കാരണം എന്താണ്? ബ്രോമിന്റെ രണ്ട് ആറ്റംസ് ചേർന്നിട്ടാണ് ബ്രോമിൻ മോളിക്യൂൾ ആയിട്ട് ഫോം ചെയ്യുന്നത്. അപ്പൊ നമുക്ക് 2Br എന്നല്ല Br2 എന്നാണ് അവിടെ കൊടുക്കേണ്ടത്. അപ്പൊ അവിടെ നമുക്ക് എന്താണ് ഈ ഒരു ഓപ്ഷൻ തെറ്റാണ്. വീണ്ടും ഹൈഡ്രജനും ഇതുപോലെ ഡയാറ്റോമിക് ആണ്. അതുകൊണ്ട് എന്താണ് ഈ 2 വെച്ചെന്ന് കൊടുക്കുന്നത് അവിടെയും തെറ്റാണ്. അടുത്ത ഫൈനൽ നോക്കിയേ, Hഉം Br എടുത്തിട്ട് HBr ആയി. പക്ഷെ ഇങ്ങനെയാണോ? നമ്മൾ പറഞ്ഞിട്ടുണ്ട് H2 അതുപോലെ Br2 രണ്ടും ഡയാറ്റോമിക് ആണ്. അതുകൊണ്ട് നമ്മൾ എങ്ങനെ എടുക്കണം? H2 എന്നും Br2 എന്നും എടുക്കണം. ഈ ഒരു കണക്കിനാണ് ചെയ്യേണ്ടത്. അപ്പൊ ഈ ഓപ്ഷൻ തെറ്റാണ്. ആൻഡ് ഫസ്റ്റ് നമ്മൾ ചെയ്ത് ബാലൻസ് ചെയ്ത ഇക്വേഷൻ ഇതേപോലെ കിടപ്പുണ്ട്. അപ്പൊ ഇതേപോലെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് നമ്മൾ ഓർത്തിരിക്കേണ്ടത് നമുക്ക് എന്താ ചെയ്യേണ്ടത്? ലെഫ്റ്റ് സൈഡിൽ അതായത് നമ്മൾ എടുത്തിരിക്കുന്ന റിയാക്റ്റൻസ് അവരുടെ മാസും അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ പ്രോഡക്റ്റ് ഫൈനൽ പ്രോഡക്റ്റിന്റെ മാസും രണ്ടും സെയിം ആയിരിക്കണം. അപ്പൊ അവിടെ വരുന്ന ലോ ഏതായിരിക്കും? നമുക്ക് അതിന്റെ ഒരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. ഇവിടെ നോക്കിക്കേ, ബാലൻസിങ് കെമിക്കൽ റിയാക്ഷൻസ് അതിന്റെ എന്താണ് അതിന്റെ ഒരു ആവശ്യകത എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതായത് നമ്മൾ എടുക്കുന്ന രാസസമവാക്യങ്ങൾ അവ സമീകരിക്കേണ്ടതിന്റെ ആവശ്യകത എന്താണെന്ന്. എന്താണ് ശരിക്കും ഈ രാസസമവാക്യങ്ങൾ? നമ്മളിപ്പോൾ ഇവിടെ എടുത്ത കെമിക്കൽ റിയാക്ഷൻസ് എന്താ പറയുന്നത്? ഈ ഒരു ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അവിടെ നടക്കുന്ന ഒരു റിയാക്ഷൻ ആ ഒരു രാസപ്രവർത്തനത്തിനെ ഏറ്റവും സിമ്പിൾ ആയിട്ട് എഴുതുന്നതാണ് ഈ ഒരു ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ അത് ബാലൻസ് ചെയ്യേണ്ടതിന്റെ ആവശ്യം എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്. ഓരോ ഓപ്ഷൻ നോക്കിക്കേ. ടു ഇൻഡിക്കേറ്റ് ദ റേഷ്യോ ഓഫ് മാസസ് ഓഫ് റിയാക്ടൻസ് ആൻഡ് പ്രോഡക്ട്സ് ഇൻ വിച്ച് ദീസ് റിയാക്ട്. അതായത് ഏത് റേഷ്യോയിലാണ് അവർ റിയാക്ട് ചെയ്യുന്നതെന്ന്. നമ്മൾ ഇക്വേഷൻസ് ചെയ്യുന്നത് എന്തിനാണ്? അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ് കൊടുക്കാൻ. പക്ഷെ ബാലൻസ് ചെയ്യുന്ന എന്തിനാണ്? വീണ്ടും അടുത്ത ഓപ്ഷൻ നോക്കിക്കേ. ടു ഇൻഡിക്കേറ്റ് ദ റേഷ്യോ ഓഫ് വോളിയം. വോളിയത്തിനെ പറ്റി പറയാനാണോ? ഇനി അടുത്ത നോക്കിക്കേ. ടു സാറ്റിസ്ഫൈ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്. അടുത്തത് എന്താണ്? ടു സാറ്റിസ്ഫൈ ദ ലോ ഓഫ് കോൺസ്റ്റന്റ് പ്രൊപ്പോർഷൻസ്.
അപ്പൊ എന്താണ് നമ്മൾ എടുക്കുന്നത് റേഷ്യോ നോക്കാനാണോ അല്ലെങ്കിൽ മാസ് കൺസർവേഷന് വേണ്ടിയാണോ വീണ്ടും എന്താണ് വോളിയം ഓഫ് റിയാക്റ്റൻസും പ്രൊഡക്റ്റും നോക്കാനാണോ അതുപോലെ റേഷ്യോ ഓഫ് മാസ് നോക്കാനാണോ ഈ രീതിയിലൊക്കെ ചോദിച്ചാൽ എപ്പോഴും ഓർത്തിരിക്കുക ബാലൻസിങ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് നമ്മൾ എടുക്കുന്ന കെമിക്കൽ റിയാക്ഷനെ അത് ബാലൻസ് ചെയ്യുക സമീകരിക്കുക എന്ന് ഉദ്ദേശിക്കുന്നത് അവിടെ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ് ഉള്ളത് കൊണ്ടാണ്. അതായത് നമ്മൾ എന്തൊക്കെ വസ്തു എടുക്കുന്നോ ഒരു റിയാക്ഷന് ശേഷം അതിന്റെ മാസ് എന്ന് പറയുന്നത് അത് കൂടുന്നുമില്ല കുറയുന്നുമില്ല, അതെപ്പോഴും കോൺസ്റ്റന്റ് ആയിരിക്കും. ഇതാണ് കൺസർവേഷൻ ഓഫ് മാസ് പറയുന്നത്. നമ്മൾ എന്താ മാസ് സംരക്ഷണ നിയമം എന്നൊക്കെ പറയും. ഇതേപോലെ വരുന്ന സമയത്ത് ടു സാറ്റിസ്ഫൈ ദ ലോ ഓഫ് കൺസർവേഷൻ ഓഫ് മാസ്, ഇതാണ് കറക്റ്റ് ആൻസർ. പിണ്ഡ സംരക്ഷണ നിയമം, മാസ് സംരക്ഷണ നിയമം ഇതൊക്കെ തൃപ്തിപ്പെടുത്താൻ വേണ്ടിയാണ്. സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. നമ്മൾ ഒരു തവണ പഠിച്ചു വെച്ചാൽ എന്തായാലും മറന്നു പോയില്ല. അപ്പൊ നമുക്ക് ഇതേപോലെ ക്വസ്റ്റ്യൻസ് വരുന്ന സമയത്ത് ചെയ്ത് നോക്കാൻ എളുപ്പത്തിൽ പറ്റും. ഇനി ഇതേപോലെ ഡയറക്റ്റ് സ്റ്റേറ്റ്മെന്റ് ക്വസ്റ്റ്യൻ വന്നാൽ നമുക്ക് ഉറപ്പായിട്ടും മാർക്ക് എന്താണ് കിട്ടുകയും ചെയ്യും. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയാലോ. തന്നിരിക്കുന്നത് ഇനി നമുക്ക് പഠിക്കാനുള്ളത് പല ടൈപ്പ് റിയാക്ഷൻസിനെ പറ്റിയാണ്. അപ്പൊ ഇതേപോലെ ക്വസ്റ്റ്യൻസ് വെച്ച് നിങ്ങൾ പഠിച്ചാൽ നിങ്ങൾക്ക് എളുപ്പത്തിൽ അത് ഓർത്തിരിക്കും. ഇവിടെ തന്നിരിക്കുന്ന റിയാക്ഷൻ എന്താണ്? ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഒരു ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടന്നാല്, ദ്വിവിഘടന റിയാക്ഷൻ നടന്നാല് അവിടെ എന്താണ് ഇവിടെ തന്നിരിക്കുന്ന രണ്ടാൾക്കാർ പ്രോഡക്റ്റ് വന്നിട്ടുണ്ട്, നമുക്ക് അതിൽ നിന്ന് റിയാക്ടന്റുകളെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. പ്രോഡക്റ്റുകൾ ഉൽപ്പന്നങ്ങൾ നമ്മളുടെ കയ്യിലുണ്ട്, റിയാക്ടന്റിനെ കണ്ടുപിടിക്കാൻ പറ്റുമോ എന്ന്. ദ്വിവിഘടനം എന്ന് പറഞ്ഞാല് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറഞ്ഞാല് അയോൺസിനെ വെച്ച് കൈമാറുന്ന ഒരു റിയാക്ഷൻ ആണ്. അതായത് ഇവിടെ എന്താണ് രണ്ട് റിയാക്ടന്റ് ഉണ്ട്, ഇതിനകത്തുള്ള അയോണുകളെ പരസ്പരം വെച്ച് കൈമാറിയിരിക്കുന്നു. ഇപ്പൊ നമുക്ക് പ്രോഡക്റ്റ് AgBr ഉണ്ട്, KNO3 ഉണ്ട്. ഇതിൽ Agയും അതുപോലെ Kയും ഇവ രണ്ടുപേരും എന്താണ് മെറ്റലുകളാണ് നമുക്കറിയാലോ. പൊട്ടാഷ്യം അതുപോലെ തന്നെ എന്താണ് സിൽവറും ഇവ രണ്ടുപേരും എന്താണ് മെറ്റലുകളാണ്. അതുപോലെ എന്താണ് നോൺ മെറ്റലുകളായിട്ട് ഇവിടെ ബ്രോമിൻ ഉണ്ട്, നൈട്രജൻ കോമ്പൗണ്ട് ഉണ്ട്. ഈ രീതിയിൽ വരുന്ന സമയത്ത് നമുക്കറിയാം ഇതേപോലെ മെറ്റലും നോൺ മെറ്റലുകളും ചേർന്നിട്ടാണ് എന്തുണ്ടാകുന്നത്, അയോണിക് കോമ്പൗണ്ടുകൾ ഉണ്ടാകുന്നത്. ഇതിൽ നിന്ന് എന്താണ് സ്പ്ലിറ്റ് ചെയ്ത് അയോണുകൾ പരസ്പരം വെച്ച് മാറുമെങ്കിൽ ഇവർ തുടങ്ങുന്ന സമയത്ത് എന്തായിരിക്കണം, നേരെ ക്രോസ് ചെയ്താൽ മതി. ഈ രീതിയിൽ നമുക്ക് എന്താണ് അവരൊന്ന് റീഅറേഞ്ച് ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ AgBrഉം KNO3 ഫോം ചെയ്യണമെങ്കിൽ ഇതൊരു ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ് എങ്കിൽ നമുക്ക് എന്ത് പറയാം, ഇവരുടെ സ്റ്റാർട്ടിംഗ് റിയാക്റ്റൻസ് എന്ന് പറയുന്നത് AgNO3ഉം അതുപോലെ തന്നെ KBr ആണെന്നും പറയാം. ഡബിൾ ഡിസ്പ്ലേസ്മെന്റിൽ എന്താ സംഭവിക്കുന്നത്, അവിടെ അയോണുകളെ വെച്ച് കൈമാറുകയാണ് ചെയ്യുന്നത്. ഈ രീതിയിൽ സംഭവിക്കണമെങ്കിൽ അവിടെ എന്തുണ്ടാകണം, നമ്മൾ റിയാക്ടന്റ് ഓൾറെഡി അയോണിക് കോമ്പൗണ്ടുകളായിരിക്കണം. ഇനി നമുക്ക് ഫൈനൽ പ്രൊഡക്റ്റ് കിട്ടിയാൽ അത് നമുക്ക് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതേപോലെ റിയാക്ടൻസ് കിട്ടും. ഇനി നമ്മൾ കണ്ടുപിടിച്ച ഈ ഒരു പോർഷൻ, ഈ ഒരു പോയിന്റുകൾ രണ്ടും നമുക്ക് തന്നിരിക്കുന്ന ഈ 4 ഓപ്ഷൻസിലുണ്ടോ എന്ന് നോക്കാം. AgNO3ഉം KBrഉം ആണ്. നമുക്ക് ആദ്യം തന്നിരിക്കുന്നത് Agയും HNO3 ആണ്. സിൽവർ സെപ്പറേറ്റ് ആയിട്ടും വീണ്ടും HNO3. അപ്പൊ അതെന്തായാലും കറക്റ്റ് അല്ലെന്ന് അറിയാം. വീണ്ടും എന്താണ് HBrഉം NaOHഉം. NaOH എന്ന് പറയുന്ന കോൺസെപ്റ്റ് ഇവിടെ വരാനേ ഇല്ല. കാരണം എന്താണ്, ഇവിടെ സോഡിയം ഇല്ല, പിന്നെ എങ്ങനെ NaOH ഒക്കെ വരുന്നത്? അപ്പൊ ഇവിടെ ഇതും വരുന്നില്ല. അടുത്ത നോക്കിക്കേ, AgNO3ഉം KBrഉം ഇതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. ഇതാണ് കറക്റ്റ്. പിന്നെ വരുന്ന HBrഉം വീണ്ടും NaOH ഒക്കെയാണ് വരുന്നത്. അപ്പൊ ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. ഈ രീതിയിൽ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നമുക്ക് എന്താണ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾ ആ ലോജിക്ക് ഓർത്ത് വെക്കുക. അവിടെ അയോൺസ് ആണ് മാറി വരുന്നത്. സോ നമുക്ക് പ്രോഡക്റ്റ് കിട്ടിയാൽ അതിൽ നിന്ന് നമുക്ക് റിയാക്ടന്റിനെ കണ്ടുപിടിക്കാം. ഇനി റിയാക്ടന്റ് കിട്ടിയാലോ അതിൽ നമുക്ക് പ്രോഡക്റ്റിനെയും കണ്ടുപിടിക്കാം. ഈ രീതിയിൽ ഓർത്ത് വെക്കുക. ഇനി അടുത്തത് ഇപ്പൊ പറഞ്ഞ സംഭവം തന്നെ, രണ്ട് അയോണുകളിലെ കൈമാറ്റം നടക്കുമ്പോൾ താഴെ നടക്കുന്നതിൽ ഏത് പ്രതിപ്രവർത്തനമാണ് സംഭവിക്കുന്നത്? ഓരോന്നോരോന്ന് ഓർക്കണം. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടെ ശക്തി കൂടിയ, റിയാക്ടിവിറ്റി കൂടിയ ക്രിയാശീല ശ്രേണിയിലെ മുകളിലിരിക്കുന്ന ആൾക്കാരെ പറ്റിയൊക്കെ നമ്മൾ മെറ്റഡ് പഠിക്കുന്ന സമയത്ത് പറയും. ഇതേപോലെ ഹൈലി റിയാക്റ്റീവ് ആയിട്ടുള്ള ഒരാള്, കുറച്ചുകൂടെ റിയാക്ടിവിറ്റി കുറഞ്ഞ ഒരാളെ മാറ്റി, അയാളുടെ സൊല്യൂഷനിൽ നിന്ന് മാറ്റി അവിടെ കയറിയിരിക്കും. അതുപോലെ അയാളുടെ സ്ഥാനത്തിന് മാറ്റും. ഇതിനെയാണ് നമ്മൾ ഡിസ്പ്ലേസ്മെന്റ്, ആദേശ രാസപ്രവർത്തനം എന്നൊക്കെ പറയുന്നത്. ഇവിടെ എന്താ പറഞ്ഞിരിക്കുന്നത്, അയോണുകളുടെ കൈമാറ്റമാണ്. ഇനി ഡീകമ്പോസിഷൻ എന്താണ്? ഒരു പദാർത്ഥം 2 or 3 ചെറിയ ചെറിയ പദാർത്ഥങ്ങളായിട്ട് വിഘടിച്ചു പോകുന്നതിനെ നമ്മൾ ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അയോണുകളുടെ ഈ പറയുന്ന കൈമാറ്റമാണെന്ന്. അപ്പൊ ഇതാണ് നമ്മളുടെ കറക്റ്റ് ആൻസർ. ഇനി കോമ്പിനേഷൻ എന്താണ്? 1 or 2 ആൾക്കാർ എന്താണ് ഒരുമിച്ച് വന്ന് ചേർന്നിട്ട് ഇതേപോലെ ഒരു കോമ്പൗണ്ട് ആയിട്ട് മാറുന്നതിനാണ് കോമ്പിനേഷൻ, സംയോജിതം എന്നൊക്കെ നമ്മൾ പറയുന്നത്. അപ്പൊ ഇത് 4 പഠിക്കണം.
എന്നിട്ട് എന്താണ് ഈ ഒരു ചോദ്യം ചോദിക്കുമ്പോൾ കറക്റ്റ് ആയിട്ട് എഴുതണം ദ്വിവിഘടനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതേപോലെ 2 അയോണുകളിലെ കൈമാറ്റം നടക്കുമ്പോഴാണ് സംഭവിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി താപം ഉൽപ്പാദിക്കപ്പെടുന്ന ഒരു രാസപ്രവർത്തനം, കെമിക്കൽ റിയാക്ഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിൽ നമുക്ക് പല രീതിയിലുള്ള കെമിക്കൽ റിയാക്ഷൻസിനെ പറ്റിയാ പഠിക്കുന്നത്. നമ്മൾ കണ്ട റിയാക്ഷൻസ് ഒക്കെ ഓർമ്മയുണ്ടോ? കോമ്പിനേഷൻ പറഞ്ഞു, അതുപോലെ ഡീകമ്പോസിഷൻ പറഞ്ഞു, ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു, ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് പറഞ്ഞു. ഇനി ഇതിന്റെ ഇടയിൽ തന്നെ നമ്മൾ എന്താ എക്സോതെർമിക്, എൻഡോതെർമിക് ഒക്കെ പറയാം. എക്സോതെർമിക് ഉണ്ട്, എൻഡോതെർമിക് ഉണ്ട്, കമ്പഷൻ ഉണ്ട്, ഡിസ്പ്ലേസ്മെന്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്. ഇതിൽ ഓരോന്നും നോക്കിയാൽ താപത്തെ ആഗിരണം ചെയ്യുന്നതാണ് നമ്മൾ എന്ത് പറയുന്നത് എൻഡോതെർമിക്. അതായത് അവിടെ എന്താ സംഭവിക്കുന്നത്? ഈ പറയുന്ന താപ ഊർജം അല്ലെങ്കിൽ എന്താണ് ഹീറ്റ് എനർജി അത് പ്രൊഡ്യൂസ് ചെയ്യല്ല, അബ്സോർബ് ചെയ്യപ്പെടുകയാണ്. ഇനി എക്സോതെർമിക് നോക്കിയാൽ താപമോചകം, അതായത് അവിടെ എന്താണ് ഹീറ്റ് എനർജി പുറത്തേക്ക് വിടുകയാണ്, അല്ലെങ്കിൽ എന്താ അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയാണ്, പുറത്തേക്ക് അത് പോവുകയാണ്. ഇനി ജ്വലനം അല്ലെങ്കിൽ കമ്പഷൻ. ഈ കമ്പഷൻ അല്ലെങ്കിൽ ജ്വലനം എന്ന് പറയുന്നത് ഒരു രീതിയിലുള്ള താപമോചക പ്രവർത്തനമാണ്. എല്ലാ ഈ പറയുന്ന എക്സോതെർമിക് റിയാക്ഷൻസും കമ്പഷൻ അല്ല. കമ്പഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ്, നമ്മളൊരു വിറക് കൊള്ളി കത്തിക്കുമ്പോഴോ ഒരു പേപ്പർ കത്തിക്കുമ്പോഴോ അതെന്താ ഓക്സിജന്റെ പ്രസൻസിലാണ് നമ്മൾ കത്തിക്കുന്നത്. അവിടെ നമുക്ക് വെളിച്ചവും അതുപോലെ തന്നെ എന്താ താപ ഊർജവും കിട്ടുന്നുണ്ട്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏറ്റവും സിംപ്ലസ്റ്റ് ആയിട്ട് ഒരു കെമിക്കൽ റിയാക്ഷനിൽ ഹീറ്റ് ജനറേറ്റ് ചെയ്യപ്പെട്ടാൽ അതിനെ വിളിക്കുന്ന പേരെന്താണെന്നാണ്. അപ്പൊ ഇങ്ങനെ വരുമ്പോൾ എക്സോതെർമിക്കും കമ്പഷനും വന്നാൽ കമ്പഷൻ ഇസ് ഓൾസോ an എക്സാമ്പിൾ, അല്ലെങ്കിൽ എന്താ ഇറ്റ് ഈസ് എ സബ് ഗ്രൂപ്പ് അണ്ടർ എക്സോതെർമിക്. ഏറ്റവും സിംപ്ലസ്റ്റ് ഫോമിൽ നമുക്ക് ഇതിന്റെ ഉത്തരം പറയാൻ പറ്റുന്നത് എക്സോതെർമിക് എന്നാണ്. അപ്പൊ നമ്മൾ തന്നിരിക്കുന്ന ഓരോ ഓപ്ഷനും എന്താണ് എങ്ങനെയാണെന്ന് ക്ലിയർ ആയിട്ട് പഠിച്ചിട്ടുണ്ടാകണം. ഓക്കെ അല്ലേ? ക്ലിയർ അല്ലേ? ഇപ്പൊ നമ്മൾ പല പല ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസ് പറയാണ്, ഓരോന്നും ഇമ്പോർട്ടന്റ് ആണ്. അതുപോലെ ഓരോന്നിന്റെയും എക്സാമ്പിൾസ് നല്ല രീതിയിൽ പഠിച്ചു വെച്ചിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇവിടെ താഴെ പറയുന്നതിൽ ഏതാണ് ദ്വിവിഘടന രാസപ്രവർത്തനം? വീണ്ടും വീണ്ടും വന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ അത് പഠിക്കുകയാണെങ്കിൽ നമുക്ക് എന്താ ഇതേപോലെ ഒരു ക്വസ്റ്റ്യൻ തന്നിട്ട് അതിൽ നിന്ന് ഏതാണ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് നമുക്ക് പറയാൻ പറ്റും. ഇനി എന്താണ് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് എന്നുള്ള ചോദ്യം വരാം. അതേപോലെ ഒരു റിയാക്ഷൻ തന്നിട്ട് ഇതിൽ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് ആണെങ്കിൽ അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഈ രീതിയിൽ ചോദ്യങ്ങൾ വരാം. നമുക്ക് ഇത് നോക്കാം. ഇവിടെ തന്നിരിക്കുന്നത് ആദ്യത്തെ നോക്കിക്കേ, ഒരു മെറ്റലും അതുപോലെ തന്നെ എന്താണ് ഈ പറയുന്ന മെറ്റലിന്റെ ഒരു സോൾട്ട്. ഇതേപോലെ ഒരു മെറ്റൽ സിങ്കും ഉണ്ട്, അതുപോലെ എന്താണ് അയണിന്റെ ക്ലോറിനും കൂടെ മിക്സ് ആയിട്ടുള്ള ഒരു സോൾട്ടും ആ ഒരു സൊല്യൂഷനും. ഇതിൽ എന്ത് പറ്റും? സിങ്ക് അയണിനെ മാറ്റും, അല്ലെങ്കിൽ എന്താണ് ഇരുമ്പ് സെപ്പറേറ്റ് ആവും, സിങ്ക് അവിടെ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട് ഈ അയൺ ഡിസ്പ്ലേസ് ചെയ്യപ്പെട്ട് സിങ്ക് അവിടെ വന്നിരിക്കുന്നു. ഈ രീതിയിൽ ഡിസ്പ്ലേസ്മെന്റ് നടക്കുന്നു. അപ്പൊ നമുക്ക് എന്താ റിയാക്ടിവിറ്റി കാരണം ഒരാൾക്ക് മറ്റേയാളെക്കാളും റിയാക്ടിവിറ്റി കൂടുതലായതുകൊണ്ടാണ് ഇത് നടക്കുന്നത്. നമുക്കിത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണെന്ന് പറയാം. ആദേശം അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് അല്ലെങ്കിൽ ദ്വിവിഘടനമാണ്. വീണ്ടും നോക്കാം. ഇവിടെ തന്നിരിക്കുന്ന കാർബോണിക് ആസിഡ് എടുത്തിട്ട് ഇതേപോലെ സ്പ്ലിറ്റ് ആകുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഒരു പദാർത്ഥം 2 or 3 ചെറിയ ചെറിയ പദാർത്ഥങ്ങളായിട്ട് സ്പ്ലിറ്റ് ആയാൽ അവിടെ വിളിക്കുന്നത് വിഘടനം അല്ലെങ്കിൽ ഡീകമ്പോസിഷൻ എന്നാണ്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് പക്ഷെ എന്താണ്? ദ്വിവിഘടനം അല്ലെങ്കിൽ ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് ആണ്. അടുത്ത ഓപ്ഷൻ നോക്കാം. HCl-ഉം KOH-ഉം. HCl-ഉം KOH-ഉം നമ്മൾ ഇനി അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കുമ്പോൾ ഇത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റിയാക്ഷൻ ആയിട്ട് മാറും. അതായത് ഒരു ആസിഡും അതുപോലെ ഒരു ബേസും ആണ് ഇവിടെ വന്നിരിക്കുന്നത്. ഹൈഡ്രജൻ ആറ്റത്തിനെ കൊടുക്കുന്ന ഒരു ആസിഡും അതുപോലെ എന്താണ് ഈ പറയുന്ന OH അയോൺസിനെ കൊടുക്കുന്ന ഒരു ബേസും. ഇവർ രണ്ടുപേരും ചേർന്നിട്ട് ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ്? വാട്ടറും അതുപോലെ ഇവരുടെ സോൾട്ടും. ഇനിയും ശ്രദ്ധിച്ചു നോക്കിയാൽ എന്ത് മനസ്സിലാകും? ഇവിടെ അയോണുകളെ വെച്ച് മാറുന്നുണ്ട്. ഇവിടെ എന്താണ് OH-ഉം ഇവിടെ H+ഉം രണ്ടും ചേർന്നിട്ട് ഇവിടെ H2O വാട്ടർ മോളിക്യൂൾ ആയിട്ട് മാറുന്നു. പൊട്ടാഷ്യം അതുപോലെ തന്നെ എന്താണ് നമുക്കിവിടെ ക്ലോറിനും ഉണ്ട്, രണ്ടും മിക്സ് ആയിട്ട് ഇവിടെ സോൾട്ട് ആയിട്ട് മാറുന്നു. ഈ രീതിയിൽ അയോണുകളെ വെച്ച് മാറുന്നുണ്ട്. അപ്പൊ നമുക്ക് എന്ത് പറയാം? ഇവിടെ സംഭവിക്കുന്നത് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് ആണെന്ന് പറയാം. ഇനി വീണ്ടും 2 ആൾക്കാർ ജോയിൻ ചെയ്തിട്ട് ഫൈനലി നമുക്ക് എന്താണ് ഒരു റിസൾട്ട് കിട്ടുന്നു. അതായത് 2 പദാർത്ഥങ്ങൾ ജോയിൻ ചെയ്തിട്ട് നമുക്ക് ഒരു കോമ്പൗണ്ട് കിട്ടുന്നു. ഇവിടെ വിളിക്കുന്ന പേരെന്താണ്? സംയോജിതം അല്ലെങ്കിൽ കോമ്പിനേഷൻ. നമുക്കിതെല്ലാം പഠിക്കാനുണ്ട്. ഇതിൽ നമുക്ക് ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ വരുന്നത് എന്താണ്? HCl-ഉം KOH-ഉം ചേരുമ്പോൾ നമുക്ക് അവിടെ എന്തൊക്കെ കിട്ടുന്നുണ്ട്? KCl-ഉം H2O-യും. ഈ ഒരു രീതിയിൽ ഓർത്ത് വെക്കണം. ഇവിടെ കറക്റ്റ് ആൻസർ ഇതാണ്. നമ്മളോട് ചോദിച്ചത് ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് ആയിരുന്നു. അടുത്ത ക്വസ്റ്റ്യൻ, അൾട്രാ വയലറ്റ് വികിരണത്തിന്റെ സാന്നിധ്യത്തിൽ സിൽവർ ക്ലോറൈഡ് ഇതേപോലെ എന്താണ് സിൽവറും ക്ലോറിൻ വാതകവുമായി മാറുന്നു. അതായത് AgCl എടുത്താല് അത് എന്തായിട്ട് മാറും?
Ag+Cl2. ഇനി അപ്പൊ നമുക്ക് ഇത് ആദ്യം ബാലൻസ് ചെയ്ത് നോക്കണം. ഇവിടെ 2AgCl എന്ന് കൊടുക്കണം, ഇവിടെ 2Ag കൊടുക്കണം, Cl2 ക്ലോറിൻ ഗ്യാസ് ആയിട്ട് മാറുന്നു. ഇതാണ് റിയാക്ഷൻ. ഇനി ഇവിടെ എന്താണ് പ്രത്യേകത? സൺലൈറ്റ് ആണ്, UV ലൈറ്റ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സൺലൈറ്റ് ആണ് പറയുന്നത് ഈ ഒരു റിയാക്ഷൻ നടക്കുന്നു. അങ്ങനെയാണെങ്കിൽ എന്താണ് ഇതിന്റെ പ്രത്യേകത? ഇത് പ്രത്യേകമായിട്ട് എടുത്ത് പഠിക്കണം. കാരണം എന്താണ്? നമ്മൾ ഫോട്ടോ കെമിക്കൽ അല്ലെങ്കിൽ എന്താ പ്രകാശരാസ പ്രവർത്തനങ്ങൾ എന്ന് പറഞ്ഞ് സെപ്പറേറ്റ് ആയിട്ട് നമ്മൾ പഠിക്കുന്നുണ്ട്. അതായത് നമ്മൾ എന്തെങ്കിലും ഒരു എനർജി സോഴ്സിന്റെ സാന്നിധ്യത്തിലാണ് പല രീതിയിലുള്ള ഡീകമ്പോസിഷൻ നടക്കുന്നത്. അവിടെ ഇലക്ട്രിക് എനർജി ആണെങ്കിൽ നമ്മൾ വൈദ്യുത സംശ്ലേഷണം എന്നൊക്കെ പറയും, ഇലക്ട്രോ കെമിക്കൽ എന്നൊക്കെ പറയും. അതുപോലെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ താപ ഊർജം കൊണ്ടാണെങ്കിൽ നമ്മൾ അവിടെ എന്ത് പറയും? തെർമൽ ഡീകമ്പോസിഷൻ എന്നൊക്കെ പറയും. വീണ്ടും പ്രകാശമാണെങ്കിൽ ഇവിടെ പറഞ്ഞ പോലെ ലൈറ്റ് എനർജി ആണെങ്കിൽ അവിടെ പ്രകാശ രാസപ്രവർത്തനങ്ങളാണ്. അപ്പൊ ഈ ഒരു എന്താണ് ഇക്വേഷൻ എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഈ ഒരു റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അത് ഫോട്ടോ കെമിക്കൽ റിയാക്ഷന്റെ എക്സാമ്പിൾ ആണ്. ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഫോട്ടോഗ്രാഫിയിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്ന ഒരു റിയാക്ഷൻ ആണ്. ഓർക്കണം, ശ്രദ്ധിച്ച് പഠിച്ചു വെക്കണം. തന്നിരിക്കുന്ന ഓപ്ഷൻസ് നോക്കാം. ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ നമ്മൾ പ്രകാശ രാസപ്രവർത്തനങ്ങൾ എന്ന് പറയും, പ്രകാശ സംശ്ലേഷണം എന്നൊക്കെ പറയും. ഉദ്ദേശിക്കുന്നത് എന്താണ്? ഈ പറയുന്ന ഫോട്ടോ അല്ലെങ്കിൽ എന്താണ് ലൈറ്റ് എനർജിയുടെ പ്രസൻസിലാണ് റിയാക്ഷൻ നടക്കുന്നത്. അത് കാരണമാണ് ഈ റിയാക്ഷൻ നടക്കുന്നത്. അപ്പൊ ഇതാണ് ആൻസർ വരുന്നത്. ബാക്കിയുള്ളത് നോക്കാം. ഡബിൾ ഡിസ്പ്ലേസ്മെന്റ് നമുക്കറിയാം, ദ്വിവിഘടനം. അപ്പൊ 2 അയോണിക് കോമ്പൗണ്ട് വേണം. ഇവിടെ എന്താണ്? AgCl ആണ് ഉള്ളത്. വീണ്ടും എന്താണ്? തെർമൽ ഡീകമ്പോസിഷൻ. ഇവിടെ ലൈറ്റിന് പകരം ഹീറ്റ് എനർജി ആയിരുന്നു കാരണമെങ്കിൽ നമുക്ക് അവിടെ തെർമൽ ഡീകമ്പോസിഷൻ എന്ന് പറയാം. റിഡോക്സ് റിയാക്ഷൻസ് ഇത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. റിഡക്ഷനും അതുപോലെ ഓക്സിഡേഷനും. എന്താണ്? ഓക്സിജൻ ആഡ് ചെയ്യപ്പെടുന്നു അല്ലെങ്കിൽ എന്താ ഹൈഡ്രജൻ ആഡ് ചെയ്യപ്പെടുന്നു. ഇത് രണ്ടും ഒരേ സമയത്ത് നടക്കുമ്പോൾ നമ്മൾ റിഡോക്സ് റിയാക്ഷൻ എന്നൊക്കെ പറയും. എന്താണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ട് പഠിച്ചു വെക്കണം. ഈ ഒരു കോൺസെപ്റ്റിൽ എന്താണ്? നമുക്ക് ഇവിടെ വരുന്ന സാധനം ഫോട്ടോലിറ്റിക് ഡീകമ്പോസിഷൻ ആണ്. ഇതും ഓർത്ത് വെക്കണം. അടുത്തത്, അപ്പൊ നമ്മൾ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്ത കൂട്ടത്തില് നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ എന്തൊക്കെയായിരുന്നു? ബാലൻസിങ് എന്താണെന്ന് പറഞ്ഞു, അതിന്റെ റീസൺ എന്താണ്, അതിന്റെ ആവശ്യകത എന്താണ്, ഇത് നമ്മൾ പറഞ്ഞു. പല ടൈപ്പ് റിയാക്ഷൻസ് നോക്കി, ഓരോന്നിന്റെയും എക്സാമ്പിൾസ് അടക്കം നമ്മളിപ്പോൾ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ഈ രീതിയിൽ നമ്മൾ പല ക്വസ്റ്റ്യൻസ് കണ്ടു. അങ്ങനെയാണെങ്കിൽ നമ്മൾ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് ചെയ്ത് നോക്കാൻ പറ്റുമോ? ഇവിടെ ചോദിച്ചിരിക്കുന്നത് നമുക്ക് ഓൾറെഡി റിയാക്ഷൻ തന്നിട്ടുണ്ട്, ഇതിനെ ബാലൻസ് ചെയ്യണം. ബാലൻസ് ചെയ്യണമെങ്കിൽ എന്ത് വേണം? ഇതിനെന്താ ചെയ്യേണ്ടത്? നമ്മൾ എടുക്കുന്ന റിയാക്ടന്റുകളിൽ എത്ര എണ്ണം ഉണ്ടോ അതിൽ ഓരോ റിയാക്ടന്റ് എലമെന്റും, ഇവിടെ തന്നിരിക്കുന്ന അയേൺ ആണ്, ഈ അയേൺ, അതുപോലെ ഇവിടെ തന്നിരിക്കുന്ന ഹൈഡ്രജൻ, ഇവിടെ തന്നിരിക്കുന്ന ഓക്സിജൻ, ഇവര് 3 പേരും എത്ര എമൗണ്ട് ആണോ നമുക്ക് എന്താ ഈ പറഞ്ഞ റിയാക്ടന്റിൽ ഉള്ളത് അത്രയും തന്നെ നമുക്ക് പ്രോഡക്റ്റിൽ വേണം. ഇനി പ്രോഡക്റ്റില് സ്റ്റാൻഡേർഡ് ആയിട്ട് നമുക്ക് തന്നിട്ടുണ്ട് അയേൺ എത്രയുണ്ട്, ഓക്സിജൻ എത്രയുണ്ട്, അതുപോലെ തന്നെ ഹൈഡ്രജൻ എത്രയുണ്ടെന്നൊക്കെ. അപ്പൊ അത് നമ്മൾ ഇവിടെ കൊണ്ടുവരുമ്പോൾ എന്ത് ചെയ്യണം? 2 സൈഡും ബാലൻസ് ഔട്ട് ആക്കി പോകണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ റിയാക്ഷൻ നമുക്ക് തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇത് ചെയ്ത് നോക്കാൻ പറ്റുമോ? ഇങ്ങനെ നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? ഈ ഒരു ക്വസ്റ്റിന്റെ ആൻസർ ഈ ഒരു യൂട്യൂബ് വീഡിയോയുടെ താഴെ ഒന്ന് കമന്റ് ചെയ്യണം. ഓക്കെ ആണോ? നമ്മൾ കെമിക്കൽ റിയാക്ഷൻസ് പഠിച്ചു. കെമിക്കൽ റിയാക്ഷൻസ് വെച്ചിട്ട് പല ടൈപ്പ് ഓഫ് കെമിക്കൽ റിയാക്ഷൻസും അതിന്റെ എക്സാമ്പിൾസും അതിൽ നിന്ന് വരുന്ന ചോദ്യങ്ങളും പഠിച്ചു. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇതേ റിയാക്ഷൻസ് വെച്ചിട്ട് ആസിഡും ബേസിലും നടക്കുന്ന കാര്യങ്ങളും അതുപോലെ മെറ്റലിലും നോൺ മെറ്റലിലും നടക്കുന്ന കാര്യങ്ങളുമാണ്. അപ്പൊ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൂടുതൽ കെമിസ്ട്രി കാര്യങ്ങളൊക്കെ ആയിട്ട് വരാം. വീണ്ടും എല്ലാവരും നല്ല എനർജിയിൽ പഠിച്ചുകൊണ്ടിരിക്കുക. എക്സാം അടുത്ത് എത്താറായി. അപ്പോൾ ഏറ്റവും എന്താണ് നല്ല എഫേർട്ടൊക്കെ ഇട്ടിട്ട് നന്നായി പഠിച്ച് നല്ല റിസൾട്ട് വാങ്ങിക്കാൻ വേണ്ടി എല്ലാവരും മാക്സിമം എഫേർട്ടും മാക്സിമം ഡെഡിക്കേഷനും കാണിക്കാം. അപ്പോൾ ഓൾ ദി ബെസ്റ്റ്. നമുക്ക് അടുത്ത ക്ലാസ്സിൽ കാണാം.